ഇടുക്കി ജില്ലയിലാണുള്ളത്. ഏലകൃഷിയുടെ വീഡിയോ ഡീറ്റെയിൽ ആണ്. അപ്പോൾ അത് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള രണ്ട് കർഷകരെ പരിചയപ്പെടാം. പേരാണ് ബേബിച്ചൻ, പേരാണ് ഗഫൂർ. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയേക്കാം. ഇനി ഇത് വേണ്ട ഗ്രേഡ് തിരിക്കലാണ്. ഇതിൽ 9 വോൾട്ട്, 8 വോൾട്ട്, 7 വോൾട്ട് അങ്ങനെ വിവിധ സൈസ് ആക്കി നമ്മൾ തിരിക്കും. പ്രൈമറി സോഴ്സ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് നമുക്ക് സ്പൈസസ് ബോർഡിന്റെ ഓപ്ഷൻ സെന്റർ ആണ്. നമുക്ക് ഇവിടുത്തെ വിളവെടുപ്പ് നല്ല രസമുള്ള കാഴ്ചയാണ്. 40ഓളം പേര് ചേച്ചിമാരാണ് ഇവിടെ വിളവെടുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ മക്കളൊക്കെ ഞങ്ങൾ ഇതിലേക്ക് തന്നെ ഈ കൃഷിയിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മോന് വിദേശത്തൊക്കെ പോയിട്ട് പഠിച്ച ആളാണ്. MBA ഒക്കെ കഴിഞ്ഞ് ഫ്രാൻസിലൊക്കെ പോയി പഠിച്ച് തിരിച്ചു വന്ന ആളാണ്. പക്ഷെ അവന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് തന്നെ അവന് കൃഷിയിലേക്ക് വരികയും ചെയ്തു. അണ്ണാ പേരെന്നാ? അതിൽ എത്ര ആളായി അച്ഛനോട് കൂടിയിട്ട്? ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ള കൂടിയിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചു വരുന്നു. എങ്ങനെയുണ്ട് കൃഷിയിലേക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എനിക്ക് ഈ കൃഷി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. 50 ഏക്കർ ഏലകൃഷി 5 പേര് കൂടിയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരാണ്? മരുമകൻ. ഇവർക്കിത് കുടുംബകാര്യം തന്നെയാണ്. അപ്പോൾ അണ്ണന് ഏതൊക്കെ മേലായിരുന്നു എക്സ്പീരിയൻസ് ഉള്ളത്? അല്ല, ഞാൻ PhD ചെയ്തത് അഗ്രികൾച്ചറാണ്. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പോൾ അത് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുകയാണ്. അതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക്. ഏലത്തോട്ടത്തിലേ എങ്ങാട്ട് വരും മൊത്തം കുഴിയാലാണ് അതിൻ്റെ കാര്യം എന്നാ? ഇത് ഞങ്ങൾ ഒന്ന് പന്നിയെ പിടിക്കാനല്ല കേട്ടോ. പന്നികൾ ഇഷ്ടംപോലെ ശല്യം. വീടല്ല, യഥാർത്ഥത്തിൽ ഇത് മണ്ണ് വിരിക്കാൻ വേണ്ടി. അതായത് മണ്ണ് വിരിക്കുന്നു പറയുന്നുണ്ട്. അതായത് ഈ കടയുടെ ഇത്രയും വീതം മണ്ണ് വീണെങ്കിൽ ഇത് ചിമ്പടിക്കുള്ളൂ, കൂടുതലായിട്ട് ചിമ്പടിക്കുള്ളൂ. ചിമ്പ് ഇതുണ്ടോ, ചിമ്പിൾ പൊട്ടണമെങ്കിൽ മണ്ണ് 3/4 ഭാഗം മണ്ണ് വീഴണം. ഇപ്പോൾ 18ഓളം വെറൈറ്റികൾ ഇടുക്കി ജില്ലയിലുണ്ട്. നമ്മുടെ ഈ തോട്ടത്തിൽ തോട്ടത്തിൽ കൂടുതൽ ഞള്ളാനി തന്നെയാണ്. ഞള്ളാനി അങ്ങനെ ഒരു പേര്. ഞള്ളാനി എന്ന് പറഞ്ഞാൽ ഞള്ളാനിയിലെ ഒരു ചേട്ടനാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഏലത്തട്ട പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു കായ്ക്കുന്ന കണ്ട് അത് പറിച്ചു വെച്ച് അങ്ങനെ കൂടുതലായിട്ട് കൃഷിക്കാർക്ക് കൊടുത്തത്. അതിന് തട്ട വെച്ചവർക്ക്, അതായത് ചിമ്പിൾ കൊടുത്തത് ഒറിജിനൽ ഞാൻ തന്നെ കിട്ടി. അരി പറിച്ച് അത് കഴിഞ്ഞ് കൊടുത്തായിരുന്നു. കാ പറിച്ച് അവർ ഓരോ കൃഷിക്കാർ കൊണ്ട് പായ കിളിപ്പിച്ചപ്പോൾ പല വെറൈറ്റി ആയി മാറി. എങ്കിലും ഇടുക്കിയിലെ കൂടുതൽ പ്രദേശങ്ങൾ ചെയ്യുന്നത് ഈ ഒരു വെറൈറ്റി തന്നെയാണല്ലേ? വെയിലാണോ നല്ലത്, മഴയാണോ കൂടുതൽ നല്ലത് ഏലത്തിന്? നമുക്ക് ശരിക്കും 60% ഷെയ്ഡ് വേണം ഏലത്തിന്. ഡയറക്റ്റ് വെയിലടിച്ചാൽ ഏലം കായ്ക്കുകയല്ല, ഏലം നിൽക്കുന്നുള്ളൂ, ഇതിൽ കായ ഉണ്ടാകുകയല്ല. അപ്പൊ ഈ ചോലപ്പിന് വേണ്ടി എന്താണ് പ്രധാനമായിട്ട് നടന്നത്? ചോലയ്ക്ക് കൂടുതലും പുതുതായിട്ട് വളരുന്ന തോട്ടങ്ങളിൽ പ്ലാവ്, കർണമരം, ചോരക്കാലി ഇങ്ങനത്തെ മരങ്ങളാണ് നടത്താറുണ്ട്. അതായിട്ട് വല്ല ഈ ഒരുപാട് പടരായിരിക്കാൻ വേണ്ടി കോന്തി കൊടുക്കും. ഓഹോ. അപ്പൊ ചക്ക വരുവാനും കിട്ടുമല്ലോ? ചക്ക ധാരാളം കിട്ടും. പക്ഷെ അത് ചക്ക കിടക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വളരെ അപകടമാണ്. കാരണം കുരങ്ങ് ശല്യം ഭയങ്കരമായിട്ട് വരും. പിന്നെ ആനയുള്ള സ്ഥലങ്ങൾ ആന വന്ന് ചക്ക ആന വരും. പിന്നെ മൂന്നാമത് പന്നിയുടെ ശല്യം. മെയിനായിട്ട് ആദായം നഷ്ടപ്പെട്ടു വന്ന ഈ മഴക്കാലത്ത് വരുന്ന അഴുകൽ, തട്ടമറിച്ചൽ ഇഷ്യൂസാണ്. സോ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ഇപ്പോൾ ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള നീർവാഴ്ച, കറക്റ്റായിട്ടുള്ള ഷെയ്ഡിങ് റെഗുലേഷനെല്ലാം നടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മുടെ ആദായം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇവിടെ മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഫോമ ഡിസീസാണ്. അപ്പോൾ അതിനുള്ള കൺട്രോൾ മെഷേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫംഗിസൈഡും കെമിക്കൽസും ഉപയോഗിക്കുക, അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട. പിന്നെ മിത്രകീടങ്ങളെയൊക്കെ പെരുകിച്ച് നമ്മുടെ മണ്ണിനെ നമ്മൾ ആരോഗ്യമുള്ളതാക്കിയാണ് പകുതി രോഗങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കിട്ടും. തേനീച്ച മസ്റ്റായിട്ട് നമ്മൾ കോളനി കീപ്പ് ചെയ്യേണ്ടതാണ്. അതാണ് ഏലത്തിൻ്റെ പരാഗണം, പോളിനേഷനും തേനീച്ച വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതെ, ഇത് നമ്മുടെ ഷെയ്ഡ് ക്രമീകരണമാണ് ഈ കാണുന്നത്. ഇങ്ങനെ മനുഷ്യർ ഇതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ ഷെയ്ഡ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഷെയ്ഡ് ക്രമീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ചെടികൾ അടഞ്ഞിരുന്ന് ഭയങ്കര ഇരുട്ടായിരുന്നെങ്കിൽ കാപിടുത്തം വളരെ കുറയും. സൂര്യപ്രകാശം 1 മണിക്കൂറെങ്കിലും ഇതിൻ്റെ ചോട്ടി ചെല്ലണം. ഇവിടുത്തെ ഇടുക്കിയിലെ മണ്ണ് പൊതുവേ നമ്മൾ കറുപ്പും ചുവപ്പുകൾ മണ്ണാണ്. പക്ഷേ കാർബൺ കുറവുള്ള മണ്ണിൽ നമ്മൾ രാസവളങ്ങൾ അല്ലെങ്കിൽ മറ്റു വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് അപകടമായിട്ട് മാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ചാണകപ്പൊടി ഉപയോഗിക്കാറുണ്ട്. രാസവളങ്ങൾ ഈ പറഞ്ഞ പോലെ 3 തവണ ഏതെങ്കിലും കൊടുക്കണം. മൈക്രോന്യൂട്രിയൻസ് ഒക്കെ സ്പ്രേ ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അതെല്ലാം ഇറിഗേഷൻ വഴിയാണ് മാനുവലായിട്ട് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി തന്നെ അറിയാം നമ്മൾ ഈ വർഷത്തെ മഴയുടെ കുറവ്. കാരണം ഈ ജൂൺ മാസം മുതൽ ജൂൺ 15-ാം തീയതിയോടുകൂടി ഇത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കേണ്ട കുളമാണ്, പോണ്ടാണ്. പക്ഷേ ഇത് ഈ വർഷം നിറഞ്ഞിട്ട് പോലും ഇല്ല. അതുപോലെ മഴ കുറവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മഴ കുറവാണെങ്കിൽ ഏലകൃഷി പ്രതിസന്ധിയിലാവും. തീർച്ചയായിട്ടും ഈ വർഷം അതിഭയങ്കര പ്രതിസന്ധിയിലാണ് ഏലകൃഷി. ഇതിൽ ഫുള്ള് ഏലത്തിന് നനക്കണം അല്ലേ? അതെ. എത്ര രൂപ കിട്ടിയാണെങ്കിൽ ഏലകൃഷി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും? ഏറ്റവും കുറഞ്ഞൊരു 2000 രൂപ ഇല്ലെങ്കിൽ ഏലകൃഷി ഇനിയും തീരും, നഷ്ടത്തിലേക്ക് പോകും. ഈ സർക്കാർ വല്ല താങ്ങുവില വല്ലതും ഉണ്ടോ? ഇല്ല. സർക്കാരിന്റെ സഹായങ്ങൾ, സബ്സിഡി അങ്ങനെ വല്ലതും ഉണ്ടോ? സബ്സിഡി ഇപ്പോൾ ഈ വർഷം നമ്മൾ ഏലം നടുന്നതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ 1 കിലോ കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ല പ്രീമിയം ആയിട്ടുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തോരം വേണം? 5.5 കിലോ വേണം. ഏലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ഓപ്പറേഷനാണ് കവാത്ത് എടുക്കുന്നത്. അതാണിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു പഴയ തട്ട നമ്മൾ വെട്ടിക്കളഞ്ഞതാണ്. ഇതിനൊരു രോഗകാരിയായ തട്ടയായിരുന്നു. പിന്നെ അവിടുന്ന് ഈ സൈഡിൽ നിന്ന് നമുക്ക് പുതിയ ചിമ്പ് മുട്ടിച്ച് വരുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ പുതിയ ചിമ്പ് കയറി വരുന്നതാണ്.
ഏലത്തിൻ്റെ. അന്നേരം ആദ്യം വെച്ചേക്കാ ആദ്യം വെച്ചാൽ നമ്മളിത് നമ്മൾ കവാത്തെടുക്കുമ്പോൾ കുറേയൊക്കെ വെട്ടിക്കളയും, രോഗകാരിയാണെങ്കിൽ കട്ട് ചെയ്ത് കളയും. ദേ അങ്ങനെയാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. അതെ 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 അതെ. പിന്നെ ഇതാണ് ചിമ്പ്, ഇത് ശരം. ഇത് രണ്ടുമാണ്. ഈ ചിമ്പടിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സൈഡിൽ നിന്ന് ശരം പൊട്ടിച്ച് വരും. അങ്ങനെയാണ് അതിനകത്ത് കൊത്ത്, ഓരോ കൊത്തിലും കായ സെറ്റാവുന്നു. ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കൊണ്ടുവന്ന് ഫസ്റ്റ് തൂക്കം നോക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിലൊക്കെ ഇട്ട് വാഷിംഗ് നടക്കും. വാഷിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. അടുത്ത പ്രോസസ്സിങ് കാണിച്ചു തരാം. മെഷീനിലേക്ക് ഇട്ടിട്ട് അതൊരു 47 ഡിഗ്രിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 15 മണിക്കൂർ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ്, 15 to 18 മണിക്കൂർ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിന് എടുക്കുന്നത്. 18 മണിക്കൂറോളം വേണം തുടങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 47 തുടങ്ങി പതുക്കെ കയറ്റി കൊണ്ടുവരും. അത് 80 ഡിഗ്രിയുടെ മേലൊക്കെ അതിന് ശേഷം ഫൈനൽ സ്റ്റേജ് കഴിയുള്ളൂ. ഇത് അവിടുത്തെ പ്രോസസ്സിങ്, ഹീറ്റ് ചെയ്യണ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യാനുള്ള പ്രോസസ്സിങ്ങിലേക്ക് വരുന്നത്. ഇത് തേക്കാന്ന് പറയുന്നത്. ഇതിൽ ക്ലീൻ ചെയ്യാനുള്ള പ്രോസസ്സിങ്ങിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിലിട്ടു, ഇനി ഇതിൻ്റെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിപ്പോൾ കാണിക്കാതെ. ഇപ്പോൾ ഇത് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സാധനം. ഇനി ഇത് വേണ്ട ഗ്രേഡ് തിരിക്കലാണ്. ഇതിൽ 9 വോൾട്ട്, 8 വോൾട്ട്, 7 വോൾട്ട് അങ്ങനെ വിവിധ സൈസ് ആക്കി നമ്മൾ തിരിക്കും. വലിപ്പം അനുസരിച്ചിട്ട് അത് തിരിക്കും. പിന്നെ കളറും അനുസരിച്ച് നല്ല വിലയും കിട്ടും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ പലരും ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. GCC കൺട്രീസ് ആണ് നമുക്ക് മെയിൻലി നമുക്ക് എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നതിൽ. പക്ഷേ പ്രൈമറി സോഴ്സ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് നമുക്ക് സ്പൈസസ് ബോർഡിന്റെ ഓപ്ഷൻ സെന്റർ ആണ് നമുക്ക്. അപ്പൊ വിദേശത്തൊക്കെ ഒരുപാട് സാധ്യതയൊക്കെ ഉള്ളൊരു മേഖലയാണ്. അപ്പൊ ഇവരൊക്കെ പോലുള്ള ചെറുപ്പക്കാർ വരുമ്പോൾ ഈ മേഖല കൂടുതൽ കളറാകും. അപ്പൊ തന്നെ അസാധ്യ സ്മെല്ലാണല്ലോ. അതെ, ഇത് സ്റ്റോറേജ് ഇത് ഫുള്ള് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈർപ്പം കറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഭിത്തിയൊക്കെ വുഡൻ കവർ ചെയ്തിരിക്കുകയാണ്. തണുപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് അടിക്കില്ല. അത് കഴിഞ്ഞ് താഴൊക്കെ നമ്മൾ ചാക്കൊക്കെ വിരിച്ച് ചവിട്ടി മാറ്റ് ഇതൊക്കെ ഇട്ട് തീരെ തണുപ്പ് മേലോട്ട് വരാത്ത രീതിയിൽ നമ്മൾ കവറപ്പ് ചെയ്തിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുക നമ്മൾ. അപ്പോൾ ചാക്ക് ഫസ്റ്റ് ഒരു ചാക്ക് ഇടും, അതിന്റെ മേലെ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഇടും, പിന്നെ വീണ്ടും ഒരു ചാക്ക് ഇട്ടിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക. ഈർപ്പം ഉള്ളിലേക്ക് ഒരു കാരണവശാലും അടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഇതിപ്പോ എത്ര ലക്ഷം രൂപയിലൊക്കെ കാണുന്നത്? ഇതൊരു കിലോന് 2500 രൂപ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 കിലോ ചാക്കായിരിക്കും. അത് 50 കിലോ 40 കിലോ അത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ സാധനങ്ങളിലും ഇവിടെ ഉണ്ടാവും. ഈ ടീമിന്റെ തന്നെ സ്ഥാപനമായ അഗ്രി ഹോർട്ടി റിസർച്ച് സെന്ററിന്റെ 16ാമത് അവാർഡ് ദാന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനും ഇടുക്കിയിൽ എത്തിയത്.